ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും HSC ഇംഗ്ലീഷ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുതിയ ടോപ്പിക്കുമായിട്ടാണ്. റോബർട്ട് ബ്രൗണിങ് എഴുതിയിട്ടുള്ള മൈ ലാസ്റ്റ് ഡച്ചസ് എന്നുള്ള ഒരു പോം. നമുക്കറിയാം ഇതൊരു ഡ്രാമാറ്റിക് മോണോലോഗാണെന്നറിയാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോമാണ്. എന്ന് നമ്മൾ ഒത്തിരി പഠിച്ചിട്ടുള്ളതായതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്കതിൻ്റെ കാര്യങ്ങളെല്ലാം അറിയുകയും ചെയ്യാം. എങ്കിലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാനിവിടെ പറയുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: What type of poem is My Last Duchess? What type of poem is My Last Duchess? ആൻസർ എന്താണ്? ഡ്രാമാറ്റിക് മോണോലോഗ്. വാട്ട് ടൈപ്പ് ഓഫ് പോം ഈസ് മൈ ലാസ്റ്റ് ഡച്ചസ് എന്ന് ചോദിച്ചാൽ ആൻസർ ഡ്രാമാറ്റിക് മോണോലോഗ്. എന്താണ് ഡ്രാമാറ്റിക് മോണോലോഗ് എന്ന് നമ്മൾ പഠിച്ചതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. മോണോ എന്ന് പറഞ്ഞാൽ നല്ല അറിയാം, നമുക്ക് സിംഗിളാണ് അല്ലേ. അപ്പോൾ സിംഗിളായിട്ടുള്ള ഒരു പേഴ്സണാണ് ഇതിലുണ്ടാവുള്ളൂ എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ഡ്രാമാറ്റിക് ലിറിക്സ് ഇസ് എ കളക്ഷൻ ഓഫ് ഇംഗ്ലീഷ് പോംസ് ബൈ ആരാണ്? റോബർട്ട് ബ്രൗണിങ്. ഡ്രാമാറ്റിക് ലിറിക്സ് ഇസ് എ കളക്ഷൻ ഓഫ് ഇംഗ്ലീഷ് പോംസ്. ഡ്രാമാറ്റിക് ലിറിക്സ് എന്ന് പറഞ്ഞാൽ ഒരു കളക്ഷൻ ഓഫ് ഇംഗ്ലീഷ് പോംസ് ആണ്. അതാരെഴുതിയതാണ്? റോബർട്ട് ബ്രൗണിങ് ആണ് ഇതിൻ്റെ ആൾ. ഡ്രാമാറ്റിക് ലിറിക്സ് ഇസ് എ കളക്ഷൻ ഓഫ് ഇംഗ്ലീഷ് പോംസ് ബൈ റോബർട്ട് ബ്രൗണിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: റോബർട്ട് ബ്രൗണിങ് ബിലോങ്സ് ടു ഡാഷ് പോയറ്റ്സ്. റോബർട്ട് ബ്രൗണിങ് ബിലോങ്സ് ടു ഡാഷ് പോയറ്റ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. റോബർട്ട് ബ്രൗണിങ് ബിലോങ്സ് ടു ഡാഷ് പോയറ്റ്. ഏതാണ്? വിക്ടോറിയൻ പോയറ്റ്സ്. റോബർട്ട് ബ്രൗണിങ് ബിലോങ്സ് ടു വിക്ടോറിയൻ പോയറ്റ്സ്. ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു കോട്ട്സ് ആണ്. ഇഗ്നോറൻസ് ഇസ് നോട്ട് ഇന്നസെൻസ് ബട്ട് സിൻ. ഇഗ്നോറൻസ് ഇസ് നോട്ട് ഇന്നസെൻസ് ബട്ട് സിൻ. ഹൂ സെഡ് ദിസ്? റോബർട്ട് ബ്രൗണിങ്. ഇഗ്നോറൻസ് ഈസ് നോട്ട് ഇന്നസെൻസ് ബട്ട് സിൻ. ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് ആരാണ്? റോബർട്ട് ബ്രൗണിങ് ആണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ: ഹൂ ഇൻഫ്ലുവൻസ് ബ്രൗണിങ് ദ മോസ്റ്റ്? ഹൂ ഇൻഫ്ലുവൻസ് ബ്രൗണിങ് ദ മോസ്റ്റ്? ആൻസർ ലോർഡ് ബൈറൺ. ഹൂ ഇൻഫ്ലുവൻസ് ബ്രൗണിങ് ദ മോസ്റ്റ്? ആൻസർ ലോർഡ് ബൈറൺ. ഹൂ ഇൻഫ്ലുവൻസ് ബ്രൗണിങ് ദ മോസ്റ്റ്? ലോർഡ് ബൈറൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: Who is considered the poet of soul? Who is considered the poet of soul? Browning. Who is considered the poet of soul? Browning. Next question: What is the rhyme scheme of My Last Duchess? What is the rhyme scheme of My Last Duchess? Answer: enjambed rhyming couplets. എന്ന് വെച്ചാൽ അറിയാം, നമുക്കറിയാം ഒരു വരിയിൽ അതവിടെ ഫുൾ സ്റ്റോപ്പും കാര്യങ്ങളൊന്നുമില്ല, അവിടെ അവസാനിക്കുന്നില്ല, പക്ഷേ അവിടെ മീനിങ് കംപ്ലീറ്റ് ആവുന്നില്ല. അത് നെക്സ്റ്റ് ലൈനിൽ വന്നിട്ടാണ് അതിൻ്റെ മീനിങ് എല്ലാം നമുക്ക് കിട്ടുന്നത്. നമുക്ക് എൻജാംബ്ഡ് റൈമിങ് കപ്ലറ്റ്സ് ആണ് റൈം സ്കീം, ഓർത്തിരിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ: വാട്ട് ഡസ് ദ ഡ്യൂക്ക് മീൻ ബൈ ഹെർ ലുക്സ് വെൻറ്റ് എവരിവെയർ? ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഡസ് ദ ഡ്യൂക്ക് മീൻ ബൈ ഹെർ ലുക്സ് വെൻറ്റ് എവരിവെയർ? ആൻസർ: ഷീ വാസ് ടെംപ്റ്റഡ് ബൈ അതർ മെൻ ആൻഡ് വെരി അൺഫെയ്ത്ത്ഫുൾ ടു ദ ഡ്യൂക്ക്. ചോദ്യം ഇതാണ്: വാട്ട് ഡസ് ദ ഡ്യൂക്ക് മീൻ ബൈ ഹെർ ലുക്സ് വെൻറ്റ് എവരിവെയർ? ആൻസർ: ഷീ വാസ് ടെംപ്റ്റഡ് ബൈ അതർ മെൻ ആൻഡ് വെരി അൺഫെയ്ത്ത്ഫുൾ ടു ദ ഡ്യൂക്ക്. Ninth question: the statue at the end of My Last Duchess could be a extended metaphor for what? Answer: the Duke controlling the Duchess. The statue at the end of My Last Duchess could be a extended metaphor for what? Answer: the Duke controlling the Duchess. 10th question: Browning wrote a poem entitled The Lost Leader. അപ്പോൾ ആ ലോസ്റ്റ് ലീഡർ ആരാണ്? ബ്രൗണിങ് റോട്ട് എ പോയം എൻറ്റൈറ്റിൽ ദ ലോസ്റ്റ് ലീഡർ. ഹൂം ഡസ് ഹി കോൾ ദ ലോസ്റ്റ് ലീഡർ? വേർഡ്സ്വർത്ത്. വേർഡ്സ്വർത്തിനെയാണ് അദ്ദേഹം അവിടെ ലോസ്റ്റ് ലീഡർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: വാട്ട് ഡസ് ദ യൂസ് ഓഫ് പേഴ്സണൽ പൊസസീവ് പ്രൊനൗൺസ് ഇൻ മൈ ലാസ്റ്റ് ഡച്ചസ് ഷോ? എന്താണ്? ഹി ഈസ് ഈഗോസെൻട്രിക്. വാട്ട് ഡസ് ദ യൂസ് ഓഫ് പേഴ്സണൽ പൊസസീവ് പ്രൊനൗൺസ് ഇൻ മൈ ലാസ്റ്റ് ഡച്ചസ് ഷോ?
അതിൽ ഐ എന്നൊക്കെ പറയുന്നുണ്ട്. അതാണ് ഹീ ഈസ് ഈഗോസെൻട്രിക്. 12ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ ഡ്യൂക്ക് അറേഞ്ചിങ് ഇൻ മൈ ലാസ്റ്റ് ഡച്ചസ്? വാട്ട് ഈസ് ദ ഡ്യൂക്ക് അറേഞ്ചിങ് ഇൻ മൈ ലാസ്റ്റ് ഡച്ചസ്? ആൻസർ, എ ന്യൂ മാരേജ് ഫോർ ഹിംസെൽഫ്. ഈ ഒരു ന്യൂ മാരേജിനോട് ബന്ധപ്പെട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഫീച്ചർ ഓഫ് ദ പോർട്രേറ്റ് ഈസ് പെർട്ടിക്കുലർലി സ്ട്രൈക്കിംഗ്? വാട്ട് ഫീച്ചർ ഓഫ് ദ പോർട്രേറ്റ് ഈസ് പെർട്ടിക്കുലർലി സ്ട്രൈക്കിംഗ്? ആൻസർ എന്താണ്? ഐസ്. ഐസാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്നതിൽ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഹൂ പെയിൻറ്റഡ് ദിസ് പിക്ചർ? ആരാണ്? ഫ്രാ പാൻറ്റോൾഫ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ആലോചിക്കുക. ഹൂ പെയിൻറ്റഡ് ദ പിക്ചർ? ഫ്രാ പാൻറ്റോൾഫ്. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ. ദ നമ്പർ ഓഫ് പ്ലേസ് റിട്ടൺ ബൈ ബ്രൗണിങ്. നമ്പർ ഓഫ് പ്ലേസ് റിട്ടൺ ബൈ ബ്രൗണിങ്. ആൻസർ എന്താണ്? 5. നമ്പർ ഓഫ് പ്ലേസ് റിട്ടൺ ബൈ ബ്രൗണിങ്. ആൻസർ 5. അടുത്തത്. നെയിം ഓഫ് ബ്രൗണിങ്സ് വൈഫ്. നെയിം ഓഫ് ബ്രൗണിങ്സ് വൈഫ്. എലിസബത്ത് ബാരറ്റ് ബ്രൗണിങ്. നെയിം ഓഫ് ബ്രൗണിങ്സ് വൈഫ് എലിസബത്ത് ബാരറ്റ് ബ്രൗണിങ്. എലിസബത്ത് ബാരറ്റ് ബ്രൗണിങ് ആണ് റോബർട്ട് ബ്രൗണിങ്ങിൻ്റെ വൈഫ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ ഈസ് ദ സ്പീക്കർ ഓഫ് ദ പോം? ഹൂ ഈസ് ദ സ്പീക്കർ ഓഫ് ദ പോയം? ദ ഡ്യൂക്ക് ഓഫ് ഫെറാറ. ഹൂ ഈസ് ദ സ്പീക്കർ ഓഫ് ദ പോം എന്ന് വെച്ചാൽ ഡ്യൂക്ക് ഓഫ് ഫെറാറ. ആ ഒരു സിംഗിൾ പേഴ്സൺ ആരാണ്? ഡ്യൂക്ക് തന്നെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ ലൈൻസ്. ഇങ്ങനെ പറഞ്ഞിട്ട് തരും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈൻസ്. ദിസ് ഗ്രൂ, ഐ ഗാവ് കമാൻഡ്സ്, ദെൻ ഓൾ സ്മൈൽസ് സ്റ്റോപ്പ്ഡ് ടുഗെദർ. ഇത് ഏതിൽ നിന്നുള്ള ലൈൻസാണ്? നമ്മുടെ മൈ ലാസ്റ്റ് ഡച്ചസ് എന്നാണ്. എന്താണ്? ദിസ് ഗ്രൂ, ഐ ഗാവ് കമാൻഡ്സ്, ദെൻ ഓൾ സ്മൈൽസ് സ്റ്റോപ്പ്ഡ് ടുഗെദർ. മൈ ലാസ്റ്റ് ഡച്ചസ് ആണ് പോം. നെക്സ്റ്റ് 19ാമത്തെ ക്വസ്റ്റ്യൻ. ദ മോസ്റ്റ് വാല്യുബിൾ ഗിഫ്റ്റ് വിച്ച് ദ ഡ്യൂക്ക് ഗാവ് ടു ഹിസ് വൈഫ്. ഏതാണ് മോസ്റ്റ് വാല്യുബിൾ ഗിഫ്റ്റ്? ഡ്യൂക്ക് വൈഫിന് നൽകിയ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഗിഫ്റ്റ് എന്ന് അദ്ദേഹം പറയുന്നത് ഏതാണ്? ഹിസ് 900 years ഓൾഡ് നെയിം. അദ്ദേഹം ഏറ്റവും വിലമതിക്കുന്ന ഒരു ഗിഫ്റ്റ് തൻ്റെ വൈഫിന് കൊടുത്തു എന്ന് പറഞ്ഞു. അതെന്താണ്? ഹിസ് 900 years ഓൾഡ് നെയിം. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മെയിൻ പ്രോബ്ലം ഓഫ് ഡ്യൂക്ക് വിത്ത് ഹിസ് ഡച്ചസ്? ദ ഡച്ചസ് ആസ് ടു സൂൺ മെയ്ഡ് ഗ്ലാഡ് ആൻഡ് ടു ഈസിലി ഇംപ്രസ്ഡ്. എന്താണ് ഇവർ തമ്മിലുള്ള മെയിൻ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഡ്യൂക്ക് പറയുന്നത്? ദ ഡച്ചസ് ആസ് ടു സൂൺ മെയ്ഡ് ഗ്ലാഡ് ആൻഡ് ടു ഈസിലി ഇംപ്രസ്ഡ്. ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ. ഹൂ മെയ്ഡ് ദ സ്റ്റാച്യു ഓഫ് നെപ്റ്റ്യൂൺ ഇൻ ഹിസ് ഗാലറി? ഇറ്റ് ഈസ് മെയ്ഡ് ബൈ ക്ലോസ് ഓഫ് ഇൻസ്ബ്രക്ക്. Who made the statue of Neptune in his gallery? It is made by Claus of Innsbruck. അതൊരു സാധാരണ ഒരു സ്റ്റാച്യു അല്ല, ഒരു മെരുക്കുന്ന ഒരു തരം സ്റ്റാച്യു ആണ്. അതെന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അദ്ദേഹത്തിന് ഡ്യൂക്ക് ആസ് കൺട്രോൾ ഓവർ ഹിസ് വൈഫ് എന്നാണ് അത് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും പഠിക്കുക. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്